ഹായ് ഫ്രണ്ട്സ്, മോംസ് വേൾഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ. അപ്പോൾ ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ദൈവം എല്ലാവരും സുഖത്തോടും ആരോഗ്യത്തോടും കാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല രുചികരമായിട്ടുള്ള ഒരു ഉള്ളിത്തീയൽ നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും, ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ. എന്നാൽ നമുക്ക് വീഡിയോയിലിട്ട് പോയാലോ, വാ. അപ്പോൾ തീയലൊക്കെ എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഉള്ളിത്തീയൽ പ്രത്യേകിച്ചല്ലേ, നല്ല ചോറിൻ്റെ കൂടെ, ചൂട് ചോറിൻ്റെ കൂടെ ഉള്ളിത്തീയൽ ഒരു മീൻ വറുത്തൊക്കെ ഉണ്ടെങ്കിൽ പറയാൻ വേണ്ട, ഒരു രക്ഷയില്ല അല്ലേ, അതിൻ്റെ മണവും രുചിയും. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നല്ല മൂത്ത തേങ്ങ തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ വിളയാത്ത തേങ്ങയൊന്നും എടുക്കരുത്, നല്ലതുപോലെ മൂത്ത തേങ്ങ എടുക്കുക. അപ്പോൾ അത് ഇതാ ജീവി എടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ ഞാൻ ഏകദേശം ഒരു മുറി തേങ്ങ എടുക്കുന്നുണ്ട് ഒരു തേങ്ങ എടുത്തതിൽ. അപ്പോൾ അത് പല ഇതും വലിപ്പത്തിൽ ഇരിക്കുന്നതുകൊണ്ട് ഞാനിതൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം, ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ പെട്ടെന്ന് നമുക്കിത് വറുത്തെടുക്കാൻ പറ്റും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇതുപോലെ എല്ലാം ഒരേ ഷേപ്പിൽ കിട്ടുകയും ചെയ്യും, പെട്ടെന്ന് മൂത്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ തേങ്ങ എല്ലാം ഞാനിതാ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന്. ഇനി നമുക്ക് പാലിലിട്ട് കൊടുത്ത് സ്റ്റൗ കത്തിക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് 1-2 തണ്ട് കറിലീഫും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ കരിഞ്ഞു പോകാത്ത രീതിയിൽ നമുക്ക് തീ ഒരുപാട് കൂട്ടി വയ്ക്കാതെ നമുക്കൊന്ന് ഇത് വറുത്തെടുക്കാം. അപ്പോൾ നല്ലപോലെ മൂത്ത് വരട്ടെ. നമ്മളിതിൽ എണ്ണയൊന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല, കാരണം തേങ്ങ നല്ല മൂത്ത തേങ്ങയാണ്. അപ്പോൾ അതാ നല്ലപോലെ എൻ്റെ നിറമെല്ലാം മാറി വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. അപ്പോൾ ഇതുപോലെ നമുക്ക് നല്ലപോലെ വേണം വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് തേങ്ങയൊക്കെ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുതേ, കൂടെ ഒരു കയ്പും കൂടി. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാനിതാ 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരല്പം ഉലുവ, വറുത്ത് പൊടിച്ച ഉലുവയും കൂടെ എടുത്തിട്ടുണ്ട്. നമുക്കിതും കൂടെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഈ സമയം നല്ലപോലെ ലോ ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടേക്കുന്നത് കേട്ടോ. തീ കൂട്ടി വെക്കരുത്, പൊടിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലപോലെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിൻ്റെ പച്ചമണമെല്ലാം വന്ന് മാറിക്കിട്ടണം. അപ്പോൾ ഇത്രയും മതിയാവും. ഇത് നമുക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് കരിഞ്ഞു പോകാതിരിക്കാനായിട്ട്. അപ്പോൾ ഇത് ഒരുപാട് തണുക്കണ്ട, ചെറിയൊരു ചൂടോട് കൂടി തന്നെ നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലേക്കിട്ട് അടിച്ചെടുക്കണം. കുറച്ച് നേരം ഒന്ന് വെച്ചിട്ട് ചെറിയ ചൂടോട് കൂടി തന്നെ ഇത് ഭയങ്കര ചൂടായിരിക്കുമ്പോൾ നമ്മൾ ജാറിലിട്ട പണി കിട്ടും. അതുകൊണ്ടാണ് ചെറിയൊരു ചൂടോട് കൂടി നമുക്ക് ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഈ നമ്മൾ തീയലിനൊക്കെ അടിക്കുമ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നമുക്ക് അടിച്ചെടുക്കാം ഉള്ളിത്തീയലിനൊക്കെ. അപ്പോൾ ഇത് കുറേ സമയം നമ്മളിങ്ങനെ ക്രഷ് ചെയ്ത് അടിച്ചെടുക്കുമ്പോഴത്തേനും അതിൽ നിന്ന് എണ്ണ ഇറങ്ങിയിട്ട് കണ്ടോ, നല്ല രസമാണ് കണ്ടോ, നല്ല എണ്ണ പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ എണ്ണയൊക്കെ എങ്ങനെ, അത് കളർ നോക്കി അടപ്പ് ഞാൻ നിങ്ങളൊക്കെ ഒന്ന് കാണിക്കാം കേട്ടോ. കണ്ടോ എന്ത് ഇതായിട്ടാണ് ഇറന്നേക്കുന്നതെന്ന്. അപ്പോൾ ഇതുപോലെ നമുക്ക് അടിച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. മൺചട്ടിയിലാണെങ്കിൽ അങ്ങനെ തയ്യാറാക്കാം, അതൊക്കെ ഓരോരോ ഇഷ്ടമാണ് കേട്ടോ. അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെയാണ് തീയൽ, ഇങ്ങനെ നാടൻ കറിയൊക്കെ ഏറ്റവും രുചി തരുന്നത് വെളിച്ചെണ്ണ തന്നെയാണ്. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുക് നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2-3 വറ്റൽമുളക് ഞാൻ എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. അതിട്ടൊന്ന് മൂപ്പിക്കാം. മൂത്ത് വന്നിട്ടുണ്ട് മുളകൊക്കെ. ഈ സമയം നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കൊച്ചുള്ളി, ചുമന്നുള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് ഞാൻ അളവെടുത്തിട്ട് ഞാനിവിടെ വാങ്ങിച്ച് വെച്ചിരുന്നതിൽ കുറേ അങ്ങ് എടുത്തെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഒരു 7-8-10 പേർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. ഇതിലേക്ക് ഞാനതാ 2-3 പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ നമുക്ക് ഈ സമയം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഈ സമയം ചേർത്ത് കൊടുക്കാം. ഞാൻ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്, പക്ഷേ ഇത് പാനായതുകൊണ്ടാണ് ഞാൻ ഈ പൊടിയുപ്പ് ഇടുന്നത് കേട്ടോ. കല്ലുപ്പിട്ട് ഇങ്ങനെ ഉരഞ്ഞുരഞ്ഞ് പാനിൻ്റെ കോട്ടിംഗ് ഒന്നും പോകരുതല്ല, അതുകൊണ്ടിട്ടാണ് ഞാൻ ഇപ്പോൾ പൊടിയുപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരല്പം മാത്രം മഞ്ഞൾപ്പൊടി മതിയാവും. തീയലിന് നമുക്ക് ഒരുപാട് മഞ്ഞ കളർ ആവശ്യമില്ല, നല്ലൊരു കളർ കിട്ടണം തീയലിന്. അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മറക്കരുത് ഒരു ലൈക്ക്, ഒരു കയ്പ് തരാൻ കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് പിഴിഞ്ഞ വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഒഴിച്ചിട്ടില്ല കേട്ടോ, ഇച്ചിരി മാറ്റി വെച്ചിട്ടുണ്ട്. നോക്കിയിട്ട് വേണം പുളി ഒഴിക്കുക. ഒത്തിരി പുളിയായാൽ തീയലിന് ഒരു നല്ല ടേസ്റ്റ് കിട്ടത്തില്ല. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ
അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അരപ്പെല്ലാം കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ജാറ് കഴുകിയെടുക്കുന്ന വെള്ളം പച്ചവെള്ളം ചേർത്തെടുക്കരുത് കേട്ടോ നിങ്ങൾ. അപ്പോൾ ഞാൻ വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. ആ വെള്ളമാണ് ഞാൻ ജാറിലേക്ക് ഒഴിച്ച് കലക്കി ഇതുപോലെ ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. പച്ചവെള്ളം ഒഴിക്കണ്ട. അപ്പോൾ ഈ പലരും പല രീതിയിലായിരിക്കും ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്ന രീതി നിങ്ങൾക്ക് കാണിച്ചു തരുന്നതെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കുക. ഇപ്പോൾ രാവിലെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കണമെങ്കിൽ രാത്രിയിൽ കുറച്ച് ഉള്ളി പൊളിച്ച് വെക്കുക. അപ്പോൾ തേങ്ങയൊക്കെ ഈ ജോലിക്കൊക്കെ പോകുന്നവർ ലീവുള്ള ദിവസം കുറച്ച് തേങ്ങ ഒക്കെ ഇതുപോലെ തിരുമിയതിന് ശേഷം നമുക്ക് ഒന്ന് വറുത്ത് പിന്നെ ഒരു ബോട്ടിലിൽ അടച്ച് വെക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒത്തിരി ലൂസായിട്ട് വെച്ചാൽ കൊള്ളത്തില്ല. ഏത് കറിക്കും അതിൻ്റേതായ ഓരോ കറിക്കും ഓരോ രീതി ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഈ ഉള്ളിയെല്ലാം വെന്ത് നല്ല സോഫ്റ്റായിട്ട് കിട്ടണം, നല്ലപോലെ വെന്ത് കിട്ടണം. അപ്പോൾ കറിയൊക്കെ തിളച്ച് വരുന്നുണ്ട്. നല്ല മണമായിട്ടോ വീട്ടിനകത്ത്. ഈ തീയലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒരു രക്ഷയില്ല, മണം ഭയങ്കരമായിട്ടുള്ള മണം വരുന്നുണ്ട്. അപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവുണ്ട്, ഞാൻ അതിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്കൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ മറക്കരുത്, വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒരു ഹൈപ്പ് തരിക. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൂടെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ കൂട്ടുകാരുടെ നിമിത്തമാണ് ഞാൻ ഇതുവരെ എത്തിയത്. എന്നെ സ്നേഹിക്കുന്ന, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വലിയ നന്ദി കേട്ടോ. നിങ്ങളുടെ സ്നേഹത്തിന് എന്ത് പകരം തരുമെന്ന് എനിക്കറിയത്തില്ല. തുടർന്നും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ വീണ്ടും താണ്ട ഇപ്പോൾ നല്ലപോലെ നമുക്ക് കറിയൊക്കെ വറ്റി വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ഉള്ളിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒത്തിരി ചാറായിട്ട് വെക്കരുത് തീയലൊന്നും. അപ്പോൾ ഇത്രയും മതിയാവും. തണുത്തതിന് ശേഷം നമുക്ക് കണ്ടോ നല്ല രസമല്ലേ കഴിക്കാൻ, എന്താ സ്വാദെന്നറിയാം. അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാൻ മടിക്കരുത് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതും കൂട്ടി നമുക്ക് ചോറ് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, ഒരു രക്ഷയില്ല. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുമല്ല. അപ്പം ഉറപ്പായിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക.